കേരളത്തിലെ ആരോഗ്യവകുപ്പിനെ ഉടച്ചുവാർക്കുമെന്ന് നിയമസഭയിൽ ഉറപ്പു നൽകുന്നുണ്ട് കെ മുരളീധരൻ. വീണ ജോർജ് ആരോഗ്യമന്ത്രിയായി ഷൈൻ ചെയ്യുകയും ഭരിച്ച് മുടിപ്പിക്കുകയും ചെയ്ത വകുപ്പാണ് ആരോഗ്യം. വകുപ്പിലെ മുരടിപ്പിനെതിരെ സഭയിൽ ആഞ്ഞടിക്കുന്നുണ്ട് കെ മുരളീധരൻ. തൃശൂർ മെഡിക്കൽ കോളേജിൽ PG വിദ്യാർത്ഥിനിയെ പാമ്പ് കടിച്ചതുപോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികളുണ്ടാകുമെന്ന് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഇതിനു പുറമെ രോഗി കട്ടിലിൽ നിന്നും വീണു മരിച്ച നിർഭാഗ്യ സംഭവത്തെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് കെ മുരളീധരൻ സഭയിൽ വ്യക്തമാക്കിയത്. സിസ്റ്റം ശരിയല്ലെന്ന് പറഞ്ഞ് കൈകഴുകിയ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെയും കണക്കിന് വിമർശിക്കുന്നുണ്ട് മുരളീധരൻ. പഴി മറ്റുള്ളവരുടെ തലയിൽ ചാരാൻ എളുപ്പമാണ്, അത് ഏറ്റെടുത്ത് പരിഹരിക്കാൻ കുറച്ച് അധ്വാനമൊന്നും പോരാ എന്നും പറയുന്നുണ്ട് കെ മുരളീധരൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന രോഗിയുടെ മുറിവിൽ പുഴുക്കളെ കണ്ടെത്തിയ സംഭവം ഏറെ ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു. ഇതിൽ ഉത്തരവാദിയായ ഡോക്ടറെ സസ്പെൻഡ് ചെയ്താണ് സർക്കാർ നടപടി സ്വീകരിച്ചത്. കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കാതെ ഈ നാട്ടിലെ സിസ്റ്റം ശരിയല്ലെന്ന് പറയുന്ന വീണ ജോർജിനെ പോലെ ആയിരിക്കില്ല എന്ന സന്ദേശം കൂടി ഇതിലൂടെ കെ മുരളീധരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ചികിത്സാ പിഴവുകൾ സംബന്ധിച്ച പരാതികൾ ലഭിച്ചാൽ വസ്തുനിഷ്ഠമായി അന്വേഷിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ലെന്നും ഒരു തരത്തിലുമുള്ള വീഴ്ചയും വെച്ച് പൊറുപ്പിക്കില്ലെന്നും മന്ത്രി ഉറപ്പു നൽകുന്നുണ്ട്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ സർജറിക്കിടെ സൂചി ഉള്ളിൽ അവശേഷിച്ച സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണവും സഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ മുരളീധരൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറ്റക്കാരായവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുമ്പോൾ വീണ ജോർജ് സംരക്ഷിച്ചു പിടിച്ച കുറ്റക്കാരായവരെ ഒന്നടങ്കം പൊക്കുമെന്ന് ഉറപ്പിക്കാം. കുത്തഴിഞ്ഞു കിടക്കുന്ന കേരളത്തിലെ ആരോഗ്യ രംഗത്തെ സംരക്ഷിച്ചു പിടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ അതും വീണ ജോർജിനിട്ടുള്ള കൊട്ടാണെന്ന് നമുക്കറിയാം. KK ശൈലജയുടെ പിൻഗാമിയായി എത്തി പിന്നീട് ഭരിച്ച 5 വർഷവും വകുപ്പ് കുളം തോണ്ടിയ വീണ ജോർജിനെ കണക്കിന് പരിഹസിക്കുന്നുണ്ട് മുരളി തന്റെ ഓരോ വാക്കിലും. ആ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ. സാർ, മിനിഞ്ഞാന്നും ഇന്നും ഇന്നലെയായി നടന്ന ഗവർണർക്ക് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിൽ നടന്ന ചർച്ചയിൽ എൻ്റെ 2 വകുപ്പുകളെക്കുറിച്ച് വന്ന പരാമർശങ്ങൾക്ക് മാത്രം ഞാൻ മറുപടി നൽകുകയാണ് സാർ. ചർച്ച പ്രതിപക്ഷത്തിൽ നിന്ന് തുടങ്ങി വെച്ച ശ്രീ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ ബാലഗോപാൽ അവസാനത്തെ അദ്ദേഹം ചെയറിലിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ചെയർ മാറിയിട്ടില്ല, അതുകൊണ്ടാണ് ഉപനേതാവെന്ന് സംബോധന ചെയ്യാൻ കാരണം. അപ്പോൾ മാത്രമല്ല, തരില്ല എന്ന് CPM പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ അദ്ദേഹം തന്നെയായിരിക്കും ആ കസേരയിൽ നിന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ശ്രീ ബാലനാരായണൻ മുതൽ അവസാനം പ്രതിപക്ഷ നേതാവാണ് പ്രസംഗിച്ചെങ്കിലും അതിനു മുമ്പ് ആവേശത്തോടെ പ്രസംഗിച്ച ശ്രീ ബാലഗോപാൽ, സോറി, അപ്പോൾ ലാസ്റ്റിൽ പ്രസംഗിച്ച കല്യാശ്ശേരി അംഗം വിജിൻ വരെ പരാമർശിച്ച ചില വിഷയങ്ങൾ മാത്രമാണ് ഇവിടെ മറുപടി പറയുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ ബാലഗോപാൽ അദ്ദേഹം വളരെ നിർദോഷമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ട് ഡോക്ടറെ പാമ്പ് കടിച്ചു, പിന്നെ ഒരു രോഗി കട്ടിൽ വീണു, ഇതൊക്കെ പതിവാണ്, ഇതുപോലെയാണ് മുമ്പ് ഉണ്ടായത്, ഒരു കത്തിരെ മറന്നു വെച്ചു, അത്രേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വളരെ നിർദോഷപരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു. സാർ, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചൊരു PG വിദ്യാർത്ഥിനിയെ പാമ്പ് കടിച്ചത് അവിടെ കഴിഞ്ഞ 30-ാം തീയതി ഞങ്ങൾ എല്ലാ മെഡിക്കൽ കോളേജുകളും ക്ലീനാക്കി വയ്ക്കുക എന്നുള്ള എൻ്റെ ഒരു തുടക്കം പദ്ധതി ഉണ്ടായിരുന്നു. ആ തുടക്കം പദ്ധതിയിൽ ആ മെഡിക്കൽ കോളേജിലെ കാടുകളൊക്കെ വെട്ടിത്തെളിയിച്ചപ്പോൾ ഒരു പാമ്പ് രക്ഷപ്പെട്ട് ഒരു കാറിൻ്റെ ടയറിൻ്റെ അടിയിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ PG വിദ്യാർത്ഥിനി വന്ന് കാറിൽ കയറുന്നതിന് മുമ്പ് അതിൻ്റെ മേത്ത് ചവിട്ടി. പാമ്പിനെ ചവിട്ടിയാൽ തിരിച്ചു കൊത്തുമല്ലോ, അങ്ങനെ കൊത്തിയതാണ് സാർ. അല്ലാതെ അങ്ങ് ഉദ്ദേശിച്ച പോലെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് വെച്ച് ഒരു ഡോക്ടറെ പാമ്പ് കൊത്തിയിട്ടില്ല. അങ്ങേക്ക് തന്നെ അറിയാം. അങ്ങനെ വല്ല ന്യൂസും ഉണ്ടെങ്കിൽ ഇവിടുത്തെ ചാനലുകൾ അത് വലിയൊരു വാർത്തയാക്കുമല്ലോ. പിന്നെ അങ്ങ് പറഞ്ഞൊരു വിഷയം, ഈ ഒരു രോഗി കട്ടിൽ നിന്ന് വീണ് മരണപ്പെട്ടു. അത് ഈ പരാതി കിട്ടിയ ഉടനെ ഒരു ചാനലിൽ വാർത്ത വന്ന ഉടനെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവിടെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരെ ചുമതലപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ 62 വയസ്സുള്ളൊരു പേഷ്യൻ്റ് വിൽഫ്രഡ് എന്നാണ് വ്യക്തി. അദ്ദേഹത്തിന് വിൽസൺസ് എന്നൊരു ഡിസീസ് രോഗം. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് കരളിനെയും തലച്ചോറിനെയൊക്കെ ബാധിക്കുന്ന രോഗമാണ്. മാത്രമല്ല, അതിന് മറ്റൊരു പ്രത്യേകതയുള്ളത് പെട്ടെന്ന് ഞെട്ടുന്ന രസമുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പ്രത്യേകം ഒരു ബെഡിൽ കിടത്തി.
പക്ഷേ രാത്രി അദ്ദേഹം നിലത്ത് വീണ് മരണപ്പെട്ടു എന്നുള്ള അദ്ദേഹത്തെ കൂടെയുള്ള ബൈസ്റ്റാൻഡറാണ് ആദ്യം പരാതി പറയുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം നടപടി സ്വീകരിക്കാമെന്ന് തീരുമാനിക്കുകയും ഇന്നലെ രാത്രിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയത്. ആ റിപ്പോർട്ടിൽ തലയ്ക്ക് ക്ഷതമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ പരിക്കും ഒരു കാരണമാകാം. പക്ഷെ അദ്ദേഹത്തിനെ ബാധിച്ച രോഗം വളരെ ഗുരുതരമായിരുന്നു. എങ്കിലും ഇന്നലെ രാത്രിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയത്. ഇന്ന് തന്നെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഉണ്ടായൊരു സംഭവം, ഈ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ സർജറി നടത്തിയ ഒരു രാജേന്ദ്ര പ്രസാദ് എന്ന വ്യക്തിയുടെ മുറിവിൽ നിന്ന് പുഴു വന്നു എന്നുള്ള പരാതി. അത് സാർ അതൊരു റിട്ടേൺ പരാതിയായിട്ട് മന്ത്രിക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിനോ കിട്ടിയില്ല. പക്ഷേ ഞാൻ രാത്രി അവിചാരിതമായിട്ടൊരു ചാനൽ തുറന്നപ്പോൾ ആ ചാനലിൽ ഇങ്ങനെ വാർത്ത വരുന്നു. ആ പേഷ്യൻറ്റിൻ്റെ മകൾ ചാനലിൽ പറയുകയാണ് ഇങ്ങനെ പുഴു അരിച്ചു. നിലവിളിച്ചപ്പോൾ ഒരു നേഴ്സിനോട് പറഞ്ഞു, അവർ മൈൻഡ് ചെയ്തില്ല. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ മൈൻഡ് ചെയ്തില്ല. പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ അതിന് ശേഷമാണ് പി എസിനോട് ഞാൻ പറഞ്ഞ് അദ്ദേഹം ഈ വാർത്ത കേട്ടു, MLA കൂടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയും അതനുസരിച്ച് അവിടെ ഒരു മെഡിക്കൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പൾ, കാരണം പ്രിൻസിപ്പൾ അന്ന് ട്രാൻസ്ഫർ ആയിരുന്നു, വൈസ് പ്രിൻസിപ്പളിനെ ഉൾപ്പെടെ ഒരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റിയുടെ അതിൻ്റെ ഓർത്തോ മേധാവി ഉണ്ടായിരുന്നു, വൈസ് പ്രിൻസിപ്പൾ, ഓർത്തോ മേധാവി, സർജറി വിഭാഗം മേധാവി, ഈ 3 പേരുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. സാർ, അതിൻ്റെ ഫലമായി സീനിയർ റെസിഡൻ്റായ ഡോക്ടർ അഭിജിത്തിനെ ഇന്നലെ അച്ചടക്ക നടപടിക്ക് വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ച് പുഴ എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അന്വേഷിക്കാൻ ഇപ്പോൾ പ്രിൻസിപ്പളിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സാർ, ഇതിൽ ഈ കാര്യം അതുപോലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ പറയാത്തൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അടുത്ത സഭയാകുമ്പോൾ നിങ്ങൾക്ക് അത് ഉന്നയിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. മറ്റൊരു കംപ്ലയിൻറ്റ് കിട്ടി. ഒരു 4 മാസം പ്രായമുള്ള കുട്ടിയുടെ കണ്ണിലൊഴിക്കുന്ന മരുന്ന്, അത് കണ്ണാശുപത്രിയിൽ ഡോക്ടർ കുറിച്ച് നൽകിയ മരുന്ന്, ആ മരുന്നല്ല ആ കുട്ടിക്ക് നൽകിയത്. അതിൻ്റെ ഫലമായി ആ കുട്ടിയുടെ കണ്ണിന് നീറ്റലൊക്കെ അനുഭവപ്പെടുകയും പിന്നീട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയപ്പോൾ അത് സുഖപ്പെടുത്തുകയും ചെയ്തു. ഇതിനെ കുറിച്ച് റിപ്പോർട്ട് കിട്ടിയപ്പോൾ പരാതി കിട്ടി. കണ്ണാശുപത്രിയിൽ മരുന്ന് മാറിക്കൊടുത്ത ഫാർമസിസ്റ്റ് ശ്രീമതി രേഖയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സാർ, ഇവിടെ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സാർ, ചികിത്സാ പിഴവ് ഉണ്ടാവുന്നത് ഏത് കാലത്തും ചിലപ്പോൾ ചികിത്സാ പിഴവുണ്ടാകും. പക്ഷെ അതിനെക്കുറിച്ച് പരാതി കിട്ടിയാൽ വസ്തുനിഷ്ഠമായി അന്വേഷിച്ച് നടപടിയെടുക്കുക, അതാണ് ഗവൺമെൻറ് ചുമതല. അല്ലാതെ സിസ്റ്റം മുഴുവൻ തകരാറാണ്, എനിക്ക് ഒരു ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നതല്ലല്ലോ സാർ ശരി. അങ്ങനെ സിസ്റ്റം തകരാറിലാണെങ്കിൽ മന്ത്രിയുടെ ആവശ്യമുണ്ടോ? അങ്ങനെ സിസ്റ്റം തകരാറാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഈ പരാതി കിട്ടിയ എല്ലാ പരാതികളും അന്വേഷിച്ച് ഒന്നിനും ന്യായീകരിക്കില്ല. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ, ഇനി വെള്ള പൂശുന്ന റിപ്പോർട്ടാണെങ്കിൽ അംഗീകരിക്കില്ല സാർ. പത്തനംതിട്ടയിൽ സംഭവം ഉണ്ടായി, ശ്രീ അബിൻ വർക്കി സൂചിപ്പിച്ചാണ്. ഒരു രോഗി, ആ രോഗിയുടെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഏകദേശം 1 വർഷം മുമ്പ്, ഞാനല്ല മന്ത്രി, അന്നത്തെ ആ കോഴഞ്ചേരി പ്രദേശം ഉൾക്കൊള്ളുന്ന MLA മന്ത്രിയായിരുന്നപ്പോൾ ഒരു സർജറി നടത്തി. ആ ഒരു വിഷബാധയിട്ട് അതിന് കുത്തിവയ്പ്പ് നടത്തി. കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ഭാഗത്ത് വേദനയുണ്ടായി. വേദന സഹിക്കുക, നീര് വന്നു. രണ്ടാമതും പരിശോധിച്ചപ്പോൾ ഒരു സൂചി ഭദ്രമായിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു, അത് 4 വർഷം മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതല്ലേ, അതിനുശേഷം വല്ല രോഗവും വന്നിട്ട് മറ്റേതെങ്കിലും ആശുപത്രിയിൽ പോയി
കുത്തിവയ്പ്പ് എടുത്തായിരിക്കും. പക്ഷേ ഞങ്ങൾ വിശ്വസിച്ചില്ല. അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് വെള്ള ഉച്ചെന്ന റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ട് അംഗീകരിച്ചില്ല. പകരം നാളെ വൈകുന്നേരത്തിന് മുമ്പ് പൂർണ്ണമായിട്ട് എൻ്റെ റിപ്പോർട്ട് നൽകാൻ അവിടുത്തെ റേഡിയോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള സർജറി വിഭാഗത്തിൻ്റെ മേധാവികളെ ചുമതലപ്പെടുത്തി നാളെ വൈകുന്നേരം റിപ്പോർട്ട് കിട്ടിയാൽ മറ്റന്നാൾ കാലത്ത് നടപടി സ്വീകരിക്കും സാർ. അപ്പം ഞാൻ ഇത്രയേ സൂചിപ്പിക്കുന്നുള്ളൂ. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ MLA-മാർക്ക് നേരിട്ട് എന്നെ വിളിച്ച് വിവരം പറയാം. മുമ്പ് ഭരണകക്ഷി MLA-മാർ വിളിച്ചിട്ട് പോലും ഫോൺ എടുത്തില്ല എന്നാണ് പരാതിയെങ്കിൽ ഞാൻ സാർ പ്രതിപക്ഷ MLA-മാർ ഉൾപ്പെടെയുള്ളവരുടെ ഫോൺ എടുക്കാം. തെറ്റുകൾ ഈ വകുപ്പ് സംബന്ധിച്ച് വളരെ പ്രയാസമുള്ള വകുപ്പാണ് സാർ. എല്ലാവരുടെയും സഹകരണത്തോടെ ഈ വകുപ്പ് നന്നായി കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. മറ്റൊരു കാര്യമുള്ള സാർ, ദേവസ്വത്തിനെ കുറിച്ച് ശ്രീ BB ഗോപകുമാറും ശ്രീ V മുരളീധരനും പറഞ്ഞു CBI അന്വേഷണം എന്തുകൊണ്ട് നടക്കുന്നില്ല സ്വർണ്ണക്കൊള്ള. സാർ, അങ്ങേക്ക് അറിയാം SIT-യെ നിയമിച്ചത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുത്ത നിർദ്ദേശം, നിങ്ങൾ ഒരു റിപ്പോർട്ടും സർക്കാരിനെ കാണിക്കണം. എൻ്റെ മുൻ സർക്കാരിൻ്റെ കാലത്താണ്. നിങ്ങൾ ഒരു റിപ്പോർട്ടും സംസ്ഥാന സർക്കാരിനെ കാണിക്കേണ്ട, റിപ്പോർട്ട് നേരിട്ട് നൽകിയാൽ മതി. അതുകൊണ്ട് സാർ, ഇപ്പോൾ ഭരണം മാറിയെങ്കിലും ഈ SIT-യുടെ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. ആ റിപ്പോർട്ട് ചാർജ് ഷീറ്റ് കൊടുക്കുമല്ലോ. ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ ആ പറഞ്ഞിട്ടുള്ള ചാർജ് ഷീറ്റിൽ പ്രതികളെ രക്ഷിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതിന് ശേഷം മാത്രമേ തുടരന്വേഷണം നടത്താൻ കഴിയൂ. അത് അന്വേഷണം നടത്തും. ഒരു കാര്യം വ്യക്തമാണ് സാർ, സ്വർണം കട്ട ഒരാളെയും സംസ്ഥാന സർക്കാർ സംരക്ഷിക്കില്ല. അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ ജയിലിൽ കിടക്കും. അത് പാർട്ടിയുടെയും UDF-ൻ്റെയും നിലപാടാണ്, ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്. അതനുസരിച്ചിട്ടുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവും. ഇത്രയേ ഉള്ളൂ സാർ.